ഉമ്മ. ഇജ്ജ് വന്നാ? എന്താ ചിത്ര നേരം വൈകി വരാനേ? ഒന്നും പറയണ്ട, അവിടുത്തെ പണിയോളം കഴിഞ്ഞാലല്ലേ ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ആ അല്ല, കുട്ടിയോളും ഓനൊക്കെ ഇവിടെ? ഓല് വന്നിട്ടില്ല. മഞ്ഞ ഇവിടെ കൊടുന്നാക്കിങ്ങാണ്ട് ഓല് പോയി. കുട്ടിയോളും പോയി. ഇനി നാളെ വരാറിഞ്ഞിട്ട്. നാളെ? ഇന്ന് ഇങ്ങോട്ട് വന്നൂടെ ഓനക്കും കുട്ടികൾക്കും കൂടി? എന്താ ഇവിടെ ഒരു ദിവസം നിന്ന് വിചാരിച്ചിട്ട് എന്തേലും വരുമോ? ഇനിയിപ്പൊ എന്റെ ആങ്ങളെ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞാലേ വരുള്ളൂ. അതുവരെ പോൻ കാണാതെ നിക്കണ്ട. ഒരു ദിവസമൊക്കെ എല്ലാരും കൂടി ഒരുമിച്ച് നിക്കാം. ഞാൻ ഇജി വരും വിചാരിച്ചിട്ട് കുറെ സാധനങ്ങളൊക്കെ ഓനോട് കൊണ്ടാനും പറഞ്ഞിരുന്നു. ഞാൻ വന്നിക്കണല്ലോ, ഓലല്ലേ ഇജ് മാത്രല്ല വന്നിട്ടുള്ളൂ. ഓനക്കൊന്ന് വന്നാ എന്താ വരിക? ഓനക്ക് 2 ദിവസം ഇവിടെ വന്ന് നിന്നൂടെ? ചെജ്ജൂരെ ചെക്കൻ. എന്തായാലും ജൂ പോയിട്ട് തുണിയും കുപ്പായൊക്കെ കഴിച്ചുവിട്ടു. അല്ല, നിങ്ങളെ മരിയോളോ? ഓള് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അവിടെ എവിടെയും പുറത്തെവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. അവിടത്തേക്ക് കേറി നേരമില്ലല്ലോ. എന്നിട്ട് ഇനി മൂത്തമ്മാനെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ. ഈ പെരന്റെ ഉള്ളത്തെ പണിയോട് സകലത് ഓളാട് എടുക്കണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള നാടകാണ്. മൂത്തമ്മ ഇങ്ങോട്ട് പോട്ടെ, പോയിട്ട് വേണം ഓളിട്ടിട്ടൊന്ന് പഠിപ്പിക്കാൻ. ഇതെന്തായാലും കുറച്ച് ദിവസം ഉണ്ടാവൂലേ? ഇങ്ങള് നന്നായിട്ടാണ്. നിങ്ങൾ 2 വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് അവിടെ നിന്നോളൂ. ഇത് നിങ്ങൾ എന്തേലും ഇങ്ങനെ സമ്മതിച്ചിട്ടാണ്. അല്ല, എന്നിട്ട് മൂത്തമ്മ എവിടെ? മൂത്തമ്മ അത് അവിടെ കിടക്കുന്നുണ്ട്. അത് പോയിക്കോ. ഞാൻ മൂത്തമ്മനെ കണ്ടിട്ട് വരാം. ഉം ഉം മൂത്തമ്മ. എന്റെ ആള് വന്നാ? നിങ്ങളെന്താ കിടന്നുറങ്ങുക? ഉറങ്ങല്ലടി, ഞാൻ ഇങ്ങനെ കിടന്നതാ. എന്താന്നറിയില്ല, ഭയങ്കര ക്ഷീണം. പിന്നെ ഇവിടുന്ന് ആ വെള്ളം മാറി കുളിച്ചിട്ടാ തോന്നുന്നുണ്ട്. നീരിറങ്ങിയേക്കണ്. അപ്പൊ അതൊക്കെ കൂടെ ആയിട്ടേ വെജാ തോന്നിയപ്പോ അങ്ങനെ വന്ന് കിടന്നതാ. കിടന്നേക്കാണ്ട് കണ്ണി ഇമ്പിണണ്ടിക്കണ്. രാത്രി പെര മാറിയിട്ടാ തോന്നുന്നടി. ഉറക്കില്ല. പിന്നെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടേ ഒരു സമാധാനം ഇല്ലേനു. ഇജെപ്പഴാ എന്നിട്ട് വന്ന്? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. എവിടെയടി കുട്ടിയോള്? ഓര് നാളെ വരാറില്ലേ. ഇന്ന് ഇവിടെ കൊടുന്നാക്കി തന്നുങ്ങാണ്ട് ഓലാണ്ട് പോയി. ഇനി നാളെ വരും ഓലും കുട്ടിയോളും കൂടി. അത് ശരി. എന്താ ഓൽക്ക് 2 ദിവസം ഇവിടെ വന്ന് നിന്നാല്? എനിക്കും ഉണ്ടായിരുന്നു ഓലെ കാണാനൊരു പൂതി. കൊറേ ആയില്ലേ എല്ലാരും കൂടി ഒപ്പം നിന്നിട്ടൊക്കെ. കുട്ടിയോളെയും കാണണം വിചാരിച്ച് ഇപ്പൊ കുട്ടിയോളില്ലാതാണ് വന്നുങ്ങാണ്ട്. നാളെ കാണാലോ. നാളെ ഒപ്പം നിക്കാലോ നിങ്ങക്ക്. നാളെ ഞാനും പോവും. ഓൻ പോയിട്ടേ ഞാനും പോണം വിചാരിക്കുന്നുണ്ട്. ഓനവിടെ ഇറങ്ങിക്കോട്ടെ വെച്ചിട്ടാണ്. എന്തായാലും ഇപ്പൊ ഇവിടെ വന്നീല. അപ്പൊ ഇനിയിപ്പോ ഓൻ പോവോളം നിക്കട്ടെ വിചാരിച്ചു ഞാന്. ഇജ്ജ് ചായ അടിച്ചാ? ഇല്ല, ഞാൻ കുടിച്ചിട്ടില്ല, ഇപ്പൊ വന്നിട്ടുള്ളല്ലോ. പിന്നെ എന്തൊക്കെ എന്നിട്ട് എന്റെ വർത്താനൊക്കെ? സുഖല്ലേ എനക്ക്? സുഖാണ്, കൊഴപ്പൊന്നുമില്ല മൂത്തമ്മ. നിങ്ങളെ പാടെന്തപ്പോ? എന്റെ അമ്മാനേക്കായി മൂത്ത ഇപ്പൊ ഞാനല്ലേ. ആ പ്രായത്തിന്റെ തെണ്ണും കേടൊക്കെ നിക്കുണ്ട്. കാലിന്റെ മുട്ടിനാടി വേദന. അത് ഭയങ്കര വേദന. നീച്ച അങ്ങോട്ട് നടക്കാൻ വെക്കൂല. അതെന്നെ പറഞ്ഞത്. സെമില്ല അവിടെ? സെമി അവിടെ ഇല്ലേ. ഇനി ഞാൻ ചെന്നിട്ട് വേണം ഓൾക്ക് വരാൻ. കുട്ടികൾക്ക് പരീക്ഷ ആവാനായിക്കണ്. ഒക്കെ കൂടെ ഒരു കഥ. ഞാൻ പറഞ്ഞു ഞാൻ നാളത്തെ കഴിഞ്ഞിട്ടാണ് വരാം. ഇജ്ജ് അപ്പോത്തിന് അങ്ങോട്ട് വായോ അറിഞ്ഞിക്കാണ് ഞാൻ ഓളോട്. ഞാൻ ഇല്ലാതെ ഇപ്പൊ എങ്ങനെ ഓളവിടെ ഒറ്റക്കാക്കാൻ പറ്റൂലല്ലോ, ഓനും കൂടി ഇവിടെ ഇല്ലാത്ത. എന്നിട്ട് ഇമ്മ ഇഞ്ഞി ഒറ്റക്കാക്കി പോയി എന്നുള്ള വർത്താനം കേക്കാൻ വെച്ചെനിക്ക്. ഓൾക്ക് പിന്നെ അങ്ങനത്തെ പരാതിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ഏതായാലും പോയതല്ലേ, അപ്പൊ ഇനി കുറച്ച് ദിവസം നിന്നിട്ട് ഇങ്ങോട്ട് പോരേന്ന്. ഇജ്ജ് കുറച്ച് ദിവസം ഉണ്ടാവും ഇവിടെ? ഞാൻ ഉണ്ടാവും. കൊറേ ആയല്ലോ നിന്നിട്ട്. എന്തായാലും നന്നായേ ഉള്ളൂ. ഉമ്മാക്കൊരു തുണ ആവും ചേച്ചു. എന്നാ പിന്നെ എന്റെ നാത്തൂനിക്ക് കുറച്ച് ദിവസം ഓളെ പെരേക്ക് പോവും ചേച്ച. ഇത്രയും ദിവസമായിട്ട് ഓളൊന്നും പോയിട്ടൊന്നും ഇല്ലല്ലോ. ഇനി പോവാൻ പോയി കഴിഞ്ഞാലല്ലേ ഓൾക്കൊന്ന് പോവാൻ പറ്റുള്ളൂ. അപ്പൊ ഇജ്ജ് എന്തായാലും നിക്കണത് നന്നായേ ഉള്ളൂ. ഞാനാണ്ട് ചെല്ലട്ടാ. ഞാൻ കിടന്നോളാം. എന്നാ ഇജ്ജ് പോയിക്കോ.
കുഞ്ഞാളെപ്പോഴാണ്? ആ, ഞാൻ വന്നിട്ട് കൊറച്ചേരായി. ആക്കിപ്പോ എന്തിനാ നിങ്ങളറിയുന്നത്? ആ ഓ, വന്നിട്ട് ഇങ്ങോട്ട് മിനിഞ്ഞത് നക്ക് പിന്നെ ഗതിയില്ലാത്തടത്തൊന്നും കേറി വന്നതല്ലേ. ഇവിടെ വന്നിട്ട് എന്റെ ആങ്ങളെ നയിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് തിന്നിട്ട് തടി വീണു. നല്ല നിറം വെച്ചു. അങ്ങനെയൊക്കെ ചിങ്ങ സുഖമായിട്ട് വാഴ ഞാൻ അയക്കൂല. ഞാൻ തന്നെ ഉണ്ടാവും ഇവിടെ. എനിക്കുള്ളത് ഞാൻ തരണ്ടോ പോട്ടെ. പോയിട്ടുള്ളത് തരണ്ടേനു. ഇമ്മ എന്താണ്? ഇക്കാക്ക എന്തൊക്കെ സാധനങ്ങൾ അമ്മ കൊണ്ടുപോകണ്ട്? ഞാനും ഉണ്ടാക്കാൻ കൂടാ. എന്തൊക്കെ കൊണ്ടുപോവാ വെച്ചാലേ ഇജ് എടുത്തൊക്കെ ഒന്നും വേണ്ട. അപ്പൊ ഓന്റെ പെങ്ങൾ വന്നിക്കണല്ലോ. ഇനി ഓളും ഞാനും കൂടി നോക്കിക്കോണ്ട്. ഇജ് ഒരു സാധനം എനിക്ക് എടുത്തേക്കണ്ട. എന്നിട്ട് വേണം എന്റെ കുട്ടി അതൊന്നും കൊണ്ടുപോവാതെ ഇവിടുന്നാണ് പോവാന്. പിന്നെ അത് മാത്രല്ല, ഓനോട് വല്ലാതെ കൊഞ്ചി കൊയാനോ വർത്താനത്തിനോ ഒന്നും പോവണ്ട. ഈ പോണ നേരത്തെ എന്റെ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കൂല. ഇജ് ആ റൂമിൽ തന്നെ പോണ്ട. ഇജ് മൂത്തമ്മ കിടക്കണ മുറി കിടന്നാ മതി. അല്ലമ്മ, എന്നാലും ഞാനെങ്ങനെ മൂത്തമ്മാന്റെ അടുത്ത് കിടക്കുക? ഒരു എന്നാലും ഇല്ല. ആട് പോയിക്കോ. ആ റൂമിൽ നിന്ന് എന്റെ സാധനങ്ങളൊക്കെ എടുത്താണ് മൂത്തമ്മാന്റെ റൂമിൽ കൊണ്ടുവച്ചാളാ. ഇനി ഇന്നിപ്പോ എന്തായാലും എന്റെ കുട്ടിയുടെ അടുത്ത് കിടന്നുകാണ്ട് ഓൻക്ക് ഇനി ഒരു സ്വകും സ്വൈര്യം കൊടുക്കാതിരിക്കണ്ട. ഞാൻ ഇനി പോകുമ്പോ ഇനി അത് മനസ്സിലൊരിതേ. എന്തായാലും ഓൻ പോണ നേരത്തെ എന്റെ തൊള്ളേന്ന് ഓരോന്ന് കേട്ടുങ്ങാണ്ട് അത് സങ്കടപ്പെട്ടുങ്ങാണ്ട് പോവാൻ ഞാൻ അയക്കൂല. ഇജ് എന്തായാലും മൂത്തമ്മാന്റെ റൂമിൽ കിടന്നാൽ മതി. എന്റെ റൂമിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ എടുത്തുങ്ങാണ്ട് മൂത്തമ്മാന്റെ അടുത്തേക്കാണ് പോയിക്കോ. അതാ നല്ല. ഇന്നിപ്പോ എന്തായാലും ഇനി പോന്റെ അടുത്ത് കേൾക്കാൻ ഇതിനൊന്നും പോകണ്ട. ആ റൂമിൽ തന്നെ ഇജ് കയറണ്ട. ആ ഒന്നും ഓനക്ക് ഇഷ്ടമില്ല. അല്ലെങ്കിലോ ഇജ് താഴത്തല്ല കിടക്കല്. ഇനിയിപ്പോ ഇന്നും മൂത്തമ്മാന്റെ റൂമിൽ താഴത്ത് കിടന്നാ മതി. ഓ, എന്റെ മകന്റെ അടുത്തും കൂടി കിടന്നിട്ട് വേണം അവന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ പോകുമ്പോത്തി. എന്നാ പിന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പൈസ അയക്കുമ്പോ ഒക്കെ അങ്ങനെ അത് മുണുങ്ങാലോ. ആ, നടന്ന തന്നെ. തൽക്കാലം ഇനി ഞാൻ സമ്മതിക്കൂല. എടി പെണ്ണെ, ഈ തുള്ളി ചായന്റെ വെള്ളമാണ് കുടിച്ചത്. വന്നേക്കാണ് ഫോണും ഇരുന്നതാണല്ലോ. എനിക്ക് വേണ്ടമ്മ ഇപ്പൊ ചായ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോണ്ട്. ആ, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോണ്ട്. നീ മൂത്തമ്മാനെ കണ്ടോ? കിടക്കണവിടെ. ആ കിടക്കാണ്. തള്ളക്ക് എന്തൊക്കെ സംശയമുണ്ട്. നമ്മൾ ജസീലാനെ ഇട്ടിട്ട് എന്താ കാട്ടണെന്നുള്ളത് അറിയാൻ വേണ്ടിട്ട്. ഞാൻ പിന്നെ ഒന്നും മുണ്ടിയിട്ടില്ല. ഇനി ഇജായിട്ടൊന്നും പറയാൻ നിക്കണ്ട. ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ഓളത് മുണ്ടാനേ പോവണ്ട. ഓള് വന്നിട്ട് എന്നോട് ചോദിക്ക, കാക്കാക്ക് എന്തൊക്കെയാ കൊണ്ടുപോകണമെന്ന് ഞാൻ സഹായിക്കാന്ന്. എന്നിട്ട് വേണം ഇനി ഓൻക്ക് ഈറുടിക്കാൻ. ഓൻക്ക് ഇനി ഈറ പൊടിച്ചില്ല. ഇനി ഓൻ പോകുമ്പോത്തിന് ഒരു രണ്ടാളും കൂടി നന്നായിട്ടുണ്ടെങ്കിലേ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കൂല. എന്തായാലും പണ്ടം കിട്ടൂല. എനിക്ക് പെരേക്ക് സാധനങ്ങളൊക്കെ വേണ്ടേ കുടിയിരിക്കലാവുമ്പോത്തിന്? അതെന്തായാലും കിട്ടൂല. പിന്നെ ഇനി പോകാൻ പണി എടുത്തിട്ട് വേണം ആ പൈസ കിട്ടാന്. ഇനി ഒരു രണ്ടാളും കൂടി നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ആ പൈസയും കിട്ടലുണ്ടാവൂല. അതിനെന്തായാലും അവസരം ഒരുക്കി കൊടുക്കണ്ട. ഓൾ അങ്ങനെ ഇനി ഇവിടെ സൂചിച്ചു വാഴൊന്നുമില്ല. ഞാൻ ഉണ്ടല്ലോ ഇക്കറിഞ്ഞ് എന്താ കാട്ടണ്ടെന്നുള്ളത്. എന്തായാലും ഞാൻ അപ്പൊ തന്നെ ഒന്നും ഇനി പോവൂല. ഓൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെയല്ലേ നിക്കല്. പിന്നെയും അതേപോലെ തന്നെ നിക്കും. ഈ ഓൻ വന്നിട്ട് നല്ലൊന്ന് സോപ്പിട്ട് മയത്തിലൊക്കെ ഒന്ന് വർത്താനം പറയാ. ഓളെ നല്ല കുറ്റമാണ് പറയാ. അപ്പാണ് ശരിയായിക്കോളും. എന്തായാലും ഓനിക്ക് ഇജ് കഴിഞ്ഞിട്ട് തന്നെയല്ലേ ഉള്ളു വേറെ ആരും. ആ, എന്തെങ്കിലും ആവശ്യമില്ലെങ്കിലും ഇജ് ഓളെ കൊണ്ട് ചെയ്യിപ്പിച്ചോളൂ. ഞാൻ ഈ പെണ്ണുള്ളത്തെ സകല പണികളും ഓളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കല്. ഓളോട് ആ റൂം നേരാക്കി തരാൻ പറയും. ഒരു മിനിറ്റ്, ഞാൻ ഓളോടൊന്ന് പറയാം. ഇജാടെ നിക്ക. ജസീല, ജസീല വരൊന്നും മുണ്ടണ്ടട്ടോ. എന്തമ്മാ? ആ, പിന്നെ ഇജ് കുഞ്ഞോളെ ബെഡൊക്കെ ഒന്നുകൊണ്ട് വിരിച്ചു കൊടുത്താ. അവക്ക് ഒന്ന് തട്ടി കൊട്ടി വിരിച്ചു കൊടുക്ക. അതിന് കൊടുത്താൽ മാറാതൊക്കെ ഒന്നാണ് തട്ടിക്കാളാ. നമുക്ക് ഇനി ശ്വാസം മുട്ടലുള്ള ഞാൻ പൊടി തട്ടിയിട്ട് ഇനി അത് അലർജി ആവും. പിന്നെ അവയ്ക്ക് വണ്ടി പായേണ്ടി വരും. ഞാൻ അതൊക്കെ നേരാക്കി കൊടുക്കട്ടോ.
അതിന്റെ ഉള്ളിൽ ഞാൻ രാവിലെ അടിച്ചൊരു തുടക്കമൊക്കെ ചെയ്തതാണ്. രാവിലെ അടിച്ചൊരിക്കണ് വിചാരിച്ചിട്ട് എന്തപ്പ അടിച്ചു വരാനൊന്നും പാടില്ല. ഇത് ഒരു നേരം ഇവിടെ തിന്നണുള്ളൂ. രാവിലെ തിന്നുകണെന്ന് വെച്ചിട്ട് വൈകുന്നേരം ഒന്നും തിന്നണമൊന്നുമില്ല. അതേപോലെ തന്നെയാണ് ഈ പണിയോട് എടുക്കലും. ഞാൻ പറഞ്ഞ പണി അത് കേട്ടാ മതി. വെറുതെ നീ ഒച്ച വിളി ഉണ്ടാക്കിപ്പിക്കണ്ട ഈ നല്ലൊരു ദിവസമായിട്ട്. വേഗം മാറാലൊക്കെ ഒന്ന് തട്ടിട്ട് ആ ബെഡ്ഷീറ്റ് പുതിയ തന്നെ വിരിച്ചു കൊടുത്താ. എന്നിട്ട് ആ പഴയതൊന്നാണ് കൊണ്ടുപോയി തിരുമ്പിയിട്. ആ പറഞ്ഞ പണിയാണ് കേൾക്കുക. അവളൊന്ന് ഇവിടുന്ന് ഇട്ടെറിഞ്ഞൊന്ന് പോയി കിട്ടിയാൽ മതി. മറ്റോടേക്കായും ചക്കരയെന്ന് തോന്നുന്നുണ്ട്. ആ മുണ്ടാപ്പൂച്ച കാലടക്കുന്ന മുണ്ടാതെ ഇങ്ങനെ നിക്കണുണ്ട്. ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ പോണെന്ന് ആർക്കറിയാം. അപ്പൊത് എന്തായാലേ ആ കിട്ടുള്ള പണ്ട് കൂടി വാങ്ങിച്ചിട്ടേ ഓളെ വെല്ലം അങ്ങോട്ട് തട്ടണം. ഓനെ കൊണ്ട് നല്ലൊരു പെണ്ണിനെ ഞാൻ കണ്ടെത്തിയിട്ട് തന്നെ നല്ലപോലെ കേൾപ്പിക്കണം. ഗൾഫ് പോയി വരട്ടെ. ഓ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മയിപ്പിക്കണോ? ഇപ്പൊ ഫസ്റ്റത്തെ കല്യാണം ഒഴിവാക്കിയിട്ട് ഓ സമ്മതിക്കാതെ നിൽക്കേണ്ടിയില്ലേ? ഇന്റെ ഒരാളെ വാശിയുടെ പുറത്താണല്ലോ ഇപ്പൊ രണ്ടാമത് ഓളെ കിട്ടിയത്. പിന്നെ അതേപോലെ മൂന്നാമത്തെ ഒരു കല്യാണത്തിന് എന്തോ സമ്മതിക്കായി. സമ്മയിപ്പിക്കും ഞാൻ അവനെ കൊണ്ട്. ഇജ്ജ് പോയിട്ടേ ആ തുണി കുപ്പായൊക്കെ എന്നിട്ട് കഴിച്ചിട്ടു ചെല്ലി. ആ ചായ എന്നിട്ടിപ്പോ വേണ്ട? എനിക്ക് വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കുടിച്ചോളാം. ആ അന്ന് എപ്പോഴാச்சுം എടുത്ത് കുടിച്ചു. ഞാൻ അവിടെ മൂടിയേക്കാം. ആ അവിടെ മൂടി വെച്ചാല് എന്തായാലും വേണ്ടില്ല അങ്ങോട്ട് വരട്ടെ. വന്നിട്ട് വേണം കുറച്ച് കാര്യങ്ങൾ ഓനായിട്ട് സംസാരിക്കാൻ. അല്ല നടക്കൂല. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഓൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകെ കുടുങ്ങും. എന്തെങ്കിലും ചെയ്തില്ലാതെ പറ്റൂല. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഫോൺ എടുക്കണോ? പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ കേക്കാൻ ഒരാളും ഉണ്ടാവൂല. ചോക്ക അല്ല ഇക്ക, നിങ്ങളെവിടെ? അതല്ല ഇക്ക, ഇക്കാനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. പേരന്റെ ഉള്ളൊന്നും സംസാരിക്കാൻ പറ്റൂല. ഞാൻ ഈ പറയണെങ്കിലും ഒന്ന് കേക്കണം. ഞാൻ പറയണ കേക്ക്. നാളത്തെ കഴിഞ്ഞ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആരും ഉണ്ടാവില്ല ഇക്ക. നിങ്ങൾ വിശ്വസിച്ചിട്ടല്ലേ ഇക്ക ഞങ്ങളെ വീട്ടിക്ക് വന്നിക്കണത്. ഇക്ക ഞാൻ പറയണ ഒന്ന് കേക്ക് പ്ലീസ്. ഇക്ക ഹലോ ഹലോ. ഇന്ത്യന് വേണ്ടിട്ട് ഞാൻ അവിടെ നിൽക്കണത്. ഒരിക്കലും എന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പേരെ പോയിക്കോളും. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും ഇല്ലാതാവും.